അസ്സലാമലൈക്കും. നമുക്കിന്ന് ഓട്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാം. അതിനായിട്ട് 100 ഗ്രാം ഓട്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓട്സ് ഒന്ന് കുതിർത്തണം. അതിലേക്ക് 140 ml പാലാണ് എടുത്തിട്ടുള്ളത്. പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കൊന്നും പാലൊന്ന് എത്തിച്ചിട്ട് നമുക്കിതൊന്ന് കുതിർത്തി വെക്കണം. ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് കുതിർത്തി വെക്കാനായിട്ട് മാറ്റി വെക്കാം. അതവിടെ മാറി നിൽക്കട്ടെ. നമുക്കിനി പഴം ഒന്ന് ഉടച്ചെടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴമോ അതുപോലെ റോബസ്റ്റോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 1 2 എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം, മാഷ് ചെയ്തെടുക്കണം. ഈ ഉടച്ചത് നമുക്ക് ഈ ഓട്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഓട്സും ഈ ഒരു പഴം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. രാവിലത്തേതായിട്ടും വൈകുന്നേരത്തെ സ്നാക്കായിട്ടും കൊടുക്കാനും നല്ലതാണ്. അതുപോലെ നമ്മൾ ഡയറ്റൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ കഴിക്കുന്നതും നല്ലത് തന്നെയാണ്. നന്നായിട്ടിപ്പോൾ മിക്സ് ചെയ്യണം. ഓട്സുമായിട്ട് ആ പഴം ഒന്ന് നന്നായിട്ട് ചേരുന്ന തരത്തിൽ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. സോഡാപ്പൊടിയാണ്, 1 നുള്ളു സോഡാപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ടേസ്റ്റിനായിട്ട്. നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ തേനോ ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാൻ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. മധുരം ഇല്ലാതെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഒരു പഴത്തിൻ്റെ ഒരു മധുരത്തിൽ മാത്രം. ഇനി ആ പാന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ തേച്ച് കൊടുക്കാം. നല്ല ചൂടായി വരുമ്പോൾ നമുക്കിതൊന്ന് ഓരോ സ്പൂണോളം എടുത്തിട്ട് ഒരു ചെറിയൊരു അപ്പത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കണം. വലുതാക്കിയിട്ട് എടുക്കേണ്ട. അപ്പോൾ ഉള്ളു വേവാത്ത പ്രശ്നം വരും. വലിയൊരു സ്പൂണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളു വേവാത്ത പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ചെറിയതാക്കിയിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ വലിയൊരു അപ്പം ആക്കി എടുക്കുകയാണോ അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പം ഞാനിത് കുഞ്ഞു അപ്പങ്ങളാക്കി എടുക്കുകയാണ്. കട്ടി കൂടാതെ നോക്കിയാൽ മതി. അപ്പോൾ ഉള്ളു വേവാത്ത പ്രശ്നം വരും. കട്ടി കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ബോളെല്ലാം ആക്കണുള്ളൂ. അപ്പോൾ ഉള്ളു വെന്ത് കിട്ടാനും കുറച്ച് പണിയായിരിക്കും. അപ്പോൾ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത്. അടിയൊന്നും കരിഞ്ഞ് പോകണ്ട. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കാം. നമുക്കിത് വൈകുന്നേരത്തിനായാലും അതുപോലെ രാവിലേക്കൊക്കെ ആയാലും കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഒരു ഹെൽത്തി ഫുഡും കൂടിയാണിത്. കുട്ടികൾക്കെന്നല്ല, പ്രായമുള്ളവർക്കും വലിയവർക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഒരു വെറൈറ്റിയാണ്, ഒരു ഹെൽത്തി ഫുഡും കൂടിയാണ്. നമ്മളത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിലേക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് ഇതിൻ്റെ മുകളിൽ തേനോ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര തരിയൊക്കെ ഇട്ടിട്ട് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് തേനിൽ ഇങ്ങനെ മുക്കിങ്ങാണ്ട് കഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതനുസരിച്ച് കഴിക്കാം. പിന്നെ ഉള്ളിൽ പഴമൊക്കെ ഉണ്ടായതുകൊണ്ട്, പഴം നല്ല പഴുത്തതായതുകൊണ്ട് ലേശം മധുരം ഉണ്ടാവും. അതുപോലെ മധുരം ഇടാതെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അടിപൊളിയായിട്ടുള്ള ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം.